ഹലോ എവരിവൺ, വെൽക്കം ടു എഡി അക്കാഡമി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സാറ്റർഡേ നടക്കുന്ന PSCയുടെ ഡിഗ്രി പ്രിലിമിനറി എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇതിൽ എക്സ്പ്ലനേറ്ററി ആൻസേഴ്സ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങൾ ഏതെല്ലാമാണ് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? അപ്പം എപ്പോഴും ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓപ്ഷൻ എ ആണ് നമുക്ക് വരുന്നത്, ഓപ്ഷൻ 1, 3 ആൻഡ് ഓപ്ഷൻ 4. എക്സ്പ്ലനേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. ക്യൂബൻ മിസൈൽ പ്രതിസന്ധി എന്താണ്? happened in 1962. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ നേരിട്ടുള്ള ഒരു ആണവ യുദ്ധത്തിന്റെ വക്കിലെത്തിയ ചരിത്രപ്രധാനമായ ഒരു സംഭവമാണ് ക്യൂബൻ മിസൈൽ പ്രതിസന്ധി. അടുത്താണ് വിയറ്റ്നാം യുദ്ധം, which is in 1955 to 1975. കമ്മ്യൂണിസ്റ്റ് ചേരിയും അതുപോലെ തന്നെ മുതലാളിത്ത ചേരിയും. കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ആരൊക്കെയാണ്? സോവിയറ്റ് യൂണിയനും ചൈനയും. മുതലാളിത്ത ചേരിയിൽ അമേരിക്കയും തമ്മിൽ പരോക്ഷമായി ഏറ്റുമുട്ടിയ ഒരു ശീതയുദ്ധ പ്രോക്സി യുദ്ധമായിരുന്നു ഇത്. അതുപോലെ നാറ്റോയുടെ രൂപീകരണം in 1949. സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തെ ചെറുക്കാൻ അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സൈനിക സഖ്യമാണ് നാറ്റോ. ഇത് ശീതയുദ്ധത്തിന്റെ പ്രധാന അടയാളമാണ്. അതർ ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. പേൾ ഹാർബർ ആക്രമണം, ഇത് 1941 നടന്നിട്ടുള്ളത്. ഇത് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി ജപ്പാൻ അമേരിക്കൻ നാവിക താവളത്തിന് നേരെ നടത്തിയ അപ്രതീക്ഷിത അക്രമമാണ്. ഇത് ശീതയുദ്ധത്തിന് മുൻപുള്ള സംഭവമാണ്, നോട്ട് റിലേറ്റഡ് ടു ദിസ്. അടുത്താണ് മ്യൂണിക് പാക്ട് അല്ലെങ്കിൽ മ്യൂണിക് സമ്മേളനം, which is in 1938. രണ്ടാം ലോക മഹായുദ്ധത്തിന് തൊട്ടു മുൻപ് നാസി ജർമ്മനിയുടെ അധിനിവേശ നയങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ ശക്തികൾ ഒപ്പുവെച്ച കരാറാണിത്. ഇത് ശീതയുദ്ധവുമായി ബന്ധപ്പെട്ടതല്ല. ക്വസ്റ്റ്യൻ 2. മുഗൾ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ഡി ആണ് നമുക്ക് വരുന്നത്. തന്നിരിക്കുന്നവയിൽ ഒന്നും ശരിയല്ല. കാരണം പ്രസ്താവന 1 എന്തുകൊണ്ടാണ് തെറ്റിയത്? ഫത്തേപൂർ സിക്രിയിൽ കോട്ട സമുച്ചയം സ്ഥാപിച്ച ഷാജഹാനാണ് എന്നാണ് ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത്. പക്ഷെ അത് ഷാജഹാൻ അല്ല, അക്ബർ ആയിരുന്നു. അക്ബർ ചക്രവർത്തിയായിരുന്നു. പ്രസ്താവന 2. ബുലന്ദ് ദർവാസ സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയിലല്ല, മറിച്ച് ഫത്തേപൂർ സിക്രിയിലാണ്. അക്ബർ ഗുജറാത്ത് വിജയത്തിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതായിരുന്നു ഇത്. പ്രസ്താവന 3. ഡൽഹി ചെങ്കോട്ടയ്ക്കകത്തെ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ഔറംഗസീബാണ്, ജഹാംഗീർ അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏതാണ് 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമത്തിന്റെ ഭാഗമല്ലാത്തതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ള ഓപ്ഷൻ സി ആണ്, 4 മാത്രം. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ ഡൊമിനിയനിൽ ചേരണമെന്നാണ് ഈ നിയമം നിർബന്ധിച്ചത്. അങ്ങനെ ആയിരുന്നില്ല. അവർക്ക് സ്വതന്ത്രമായി അവർക്ക് ഒന്നില്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ നിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം 1947 നിയമപ്രകാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. മറ്റുള്ള ഓപ്ഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പ്ലാനിന്റെ അടിസ്ഥാനത്തിലാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ഈ നിയമം പാസാക്കിയത്. അത് കറക്റ്റായ ഒരു ഓപ്ഷനാണ്. ഈ നിയമത്തിലൂടെയാണ് ഇന്ത്യ, പാകിസ്ഥാൻ എന്നീ 2 സ്വതന്ത്ര ഡൊമിനിയനുകൾ നിലവിൽ വന്നത്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാവുന്നവരെ ഇരു രാജ്യങ്ങൾക്കും ഭരണത്തലവനായി ഗവർണർ ജനറൽ പദവി ഈ നിയമം വിഭാവനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ആരൊക്കെയായിരുന്നു വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാന നേതാക്കൾ? എല്ലാ ഓപ്ഷനും കറക്റ്റ് ആണ്. എല്ലാവരും ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ജാതി വിവേചനത്തിനെതിരായി നടന്നൊരു സമരമായിരുന്നല്ലേ. താഴ്ന്ന ജാതിക്കാർക്ക് അമ്പലത്തിന് ചുറ്റുകൂടെ നടക്കാനായിട്ടുള്ള ഒരു അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സമരമായിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് 1924 മുതൽ 1925 ഓരോ ലീഡേഴ്സിനെ നമുക്ക് ചെക്ക് ചെയ്യാം. TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ യഥാർത്ഥ സൂത്രധാരനാണ്. ഈ വിഷയം INC കാക്കിനാട് സമ്മേളനത്തിൽ അവതരിപ്പിച്ച ദേശീയ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, KP കേശവ മേനോൻ സത്യാഗ്രഹ കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു. സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ ഫേമസ് ആയിട്ടുള്ളതാണ്. അത് എവിടുന്നായിരുന്നു സത്യാഗ്രഹം പിന്തുണച്ച്? വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ചരിത്രപ്രസിദ്ധമായ സവർണ ജാഥ നയിച്ചത് ഇദ്ദേഹമായിരുന്നു. നെക്സ്റ്റ്, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തികളിൽ ഒരാളായിരുന്നു. സത്യാഗ്രഹ അനുകൂലിയുമായിരുന്നു. CV കുഞ്ഞിരാമൻ SNDP നേതാവും പത്രാധിപരുമായ ഇദ്ദേഹം സത്യാഗ്രഹ പ്രചരണങ്ങളിലും ചർച്ചകളിലും സജീവ പങ്കുവച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ 5. റഷ്യൻ വിപ്ലവത്തെ കുറിച്ചുള്ള ഈ പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരി? ശരിയായിട്ടുള്ളതാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ്, ഫസ്റ്റ് 1 ആൻഡ് ഫോർത്ത് 1. റഷ്യൻ വിപ്ലവകാലത്തെ പണിമുടക്കുകളും പ്രതിഷേധങ്ങളും ഏകോപിപ്പിക്കുന്നതിനായി തൊഴിലാളികളും സൈനികരും ചേർന്ന് രൂപീകരിച്ച പ്രാദേശിക കൗൺസിലുകളാണ് സോവിയറ്റ് എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ നേരിട്ട കനത്ത സാമ്പത്തിക സൈനിക തകർച്ചയും ലക്ഷക്കണക്കിന് സൈനികരുടെ മരണവും സാർ ചക്രവർത്തിയായ നിക്കോളസ് രണ്ടാമന്റെ ഭരണത്തിന്റെ പതനത്തിന്, അതായത് ഫെബ്രുവരി വിപ്ലവത്തിലൂടെ വഴിതെളിച്ചു. ഓപ്ഷൻ 2 എന്തുകൊണ്ടാണ് തെറ്റിയത്? സോഷ്യലിസ്റ്റുകളുടെ ലക്ഷ്യം ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തം സ്ഥാപിക്കുക എന്നല്ല, മറിച്ച് സോഷ്യലിസ്റ്റ് അധിഷ്ഠിത വ്യവസ്ഥയെ തുടർന്ന് കമ്മ്യൂണിസം സ്ഥാപിക്കുക എന്നായിരുന്നു. കേരള ചരിത്രത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ സാമൂതിരിമാരെ കുറിച്ചുള്ള ഈ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരിയായത്? ഓപ്ഷൻ ഡി ആണ് 2 and 3. ഓപ്ഷൻ 2 and ഓപ്ഷൻ 3. പ്രസ്താവന 2 ശരിയാണ്. കേരളത്തെക്കുറിച്ച് ആദ്യമായി പരാമർശിക്കുന്ന ചരിത്ര രേഖകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഐതരേയ ബ്രാഹ്മണം. അടുത്ത ഓപ്ഷൻ, വിദേശ വ്യാപാര ബന്ധങ്ങൾ ശക്തമാക്കുന്നതിനും അറബി വ്യാപാരികളുമായി ചർച്ച നടത്തുന്നതിനും മുസ്ലിം പ്രമുഖർക്ക് സാമൂതിരി പ്രത്യേക പദവികളും ആനുകൂല്യങ്ങളും നൽകിയിരിക്കുന്നതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതർ ഓപ്ഷൻസ്, സാമൂതിരിമാരുടെ ആദ്യകാല ആസ്ഥാനം ഏറാട് പ്രവിശ്യയായിരുന്നു, വെളിയാടല്ല, ഏറാടാണ് സാമൂതിരിമാരുടെ ആദ്യകാല ആസ്ഥാനം. അടുത്ത എന്തുകൊണ്ടാണ് തെറ്റിയത്? അബ്ദുൾ റസാഖ്, മാർക്കോ പോളോ, നിക്കോളോ കോണ്ടി എന്നിവർ വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ കോഴിക്കോട് സന്ദർശിച്ച വ്യത്യസ്ത സഞ്ചാരികളാണ്. ഇവർ ഒരേ ആളുകളല്ല. അബ്ദുൾ റസാഖ് പേർഷ്യൻ നയതന്ത്രജ്ഞനായിരുന്നു. ക്വസ്റ്റ്യൻ 7, അസഹകരണ പ്രസ്ഥാനത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റിനെ പറ്റി താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളിൽ ഏതൊക്കെയാണ് ശരി? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനയും ശരിയാണ്. 1920 ഓഗസ്റ്റ് 1 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ പ്രസ്ഥാനം ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. ഇതേ ദിവസം തന്നെയാണ് ബാലഗംഗാധര തിലകൻ അന്തരിച്ചതും. അത് ഓർത്തു വയ്ക്കാം, റിലേറ്റഡ് ആയിട്ട് ആലോചിക്കാം. അടുത്തത്, സർക്കാർ പദവികൾ ബഹിഷ്കരിക്കുക, കോടതികളും വിദ്യാലയങ്ങളും ഉപേക്ഷിക്കുക, നികുതി നിഷേധം തുടങ്ങിയ ഇതിന്റെ പ്രധാന സമരമുറകളായിരുന്നു. ഒരു വർഷത്തിനകം സ്വരാജൻ 1 year എന്നത് ഈ പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച പ്രധാന മുദ്രാവാക്യമായിരുന്നു ഫോർ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ്. 1922 ഫെബ്രുവരി 5 ഉണ്ടായ ചൗരി ചൗര അക്രമ സംഭവത്തെ തുടർന്ന് പോലീസ് സ്റ്റേഷൻ തീവെച്ചു. അതുപോലെ തന്നെ ഗാന്ധിജി ഈ സമരം പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു in 1920. നെക്സ്റ്റ്, താഴെ പറഞ്ഞവയിൽ ഏതാണ് ഐക്യരാഷ്ട്ര സഭയുടെ ലക്ഷ്യം? ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം അതിന്റെ ലക്ഷ്യമാണ്. ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UN ചാർട്ടർ അനുസരിച്ച് മുകളിൽ നൽകിയിട്ടുള്ള 4 പ്രസ്ഥാനങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാന ലക്ഷ്യങ്ങളാണ്. ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം ആഗോളതലത്തിൽ വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകാതിരിക്കാനും സമാധാനം ഉറപ്പിക്കാനും വേണ്ടിയാണ് UN എന്നുള്ളത് നിലവിൽ വന്നത്. അതുപോലെ പരമാധികാരമുള്ള ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ പരസ്പര ബഹുമാനത്തോടെയുള്ള സൗഹൃദം കെട്ടിപ്പടുക്കുന്നതിനും ഇത് ലക്ഷ്യമിടുന്നു. സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ അന്താരാഷ്ട്ര പ്രതിസന്ധികൾ പരിഹരിക്കാൻ സംയുക്ത സഹകരണം ഇത് ഉറപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വർഗ, ലിംഗ, ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും മനുഷ്യാവകാശങ്ങളും മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പുവരുത്തുക എന്നതും ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു. ക്വസ്റ്റ്യൻ 9, കേരളത്തിലെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഈ താഴെ പറയുന്ന പ്രസ്ഥാനത്തിൽ ഏതാണ് തെറ്റാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. തെറ്റായ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1905 ഡോക്ടർ പൽപ്പു ആണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. മറിച്ച് അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സഭ സ്ഥാപിച്ചത്. ഈ ഒരു ഓപ്ഷനാണ് ഇതില് തെറ്റായതാണ് ചോദിച്ചിട്ടുള്ളത്. അടുത്തത് ഓപ്ഷൻ എ കറക്റ്റ് ആണല്ലേ. 1903 ശ്രീനാരായണ ഗുരുവിന്റെ നേതൃത്വത്തിൽ SNDP യോഗം രൂപീകരിച്ചു. 1903 മെയ് 15 അതുപോലെ ഓപ്ഷൻ സി, നമ്പൂതിരി സമുദായത്തിലെ ആചാര പരിഷ്കരണങ്ങൾ ലക്ഷ്യമിട്ട് 1908 യോഗക്ഷേമ സഭ രൂപീകരിക്കപ്പെട്ടു. ഓപ്ഷൻ ഡി, 1914 ഒക്ടോബർ 31 മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റി അല്ലെങ്കിൽ NSS സ്ഥാപിതമായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറഞ്ഞവയിൽ ഏതൊക്കെയാണ് 1857 കലാപത്തിന്റെ ഫലമായി ഉണ്ടായത്? ഓപ്ഷൻ സി ആണ്. ഫസ്റ്റ് 3 ഓപ്ഷൻസ് ഇത്രയാണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. നാട്ടുരാജ്യാധിക പ്രതിനിധിത്വവും ജനാധിപത്യവും നിലവിൽ വന്നു എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് തൊട്ടു പിന്നാലെ ബ്രിട്ടീഷ് ഭരണ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 പാസാക്കി. ഇതിലൂടെ ആദ്യത്തെ 3 പ്രസ്ഥാനങ്ങളും യാഥാർത്ഥ്യമാക്കി. എന്തൊക്കെയാണ്? ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിപ്പിച്ചു, ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞി ഏറ്റെടുക്കുകയും ചെയ്തു. അതുപോലെ ഇന്ത്യയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന ഓഫീസ് സൃഷ്ടിക്കപ്പെട്ടു. ഇന്ത്യയിലെ ഭരണം കൂടുതൽ കാര്യക്ഷമമാക്കാനാണ് ബ്രിട്ടീഷ് പാർലമെന്റ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 അതൊന്നുകൂടി ആലോചിച്ച് വയ്ക്കാം. അതുപോലെ അതുവരെ ഇന്ത്യ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയായിരുന്നു. ആ ഭരണം നിർത്തലാക്കിയിട്ട് ബ്രിട്ടീഷ് കിരീടത്തിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ നേരിട്ട നിയന്ത്രണത്തിൽ
ആവുകയും ചെയ്തിട്ടുണ്ട്. കമ്പനിയുടെ ഡയറക്ടർ ബോർഡിന് പകരം ബ്രിട്ടീഷ് പാർലമെന്റിലെ ഒരംഗത്തെ ഉൾപ്പെടുത്തി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ഫോർ ഇന്ത്യ എന്ന പുതിയൊരു പദവി രൂപീകരിച്ചു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് വലിയ തോതിലുള്ള ഭൂരൂപ ഭൂപടീകരണ ആവശ്യങ്ങൾക്ക് ടോപ്പോഗ്രഫിക് ഭൂപടങ്ങളുടെ ഒരു പ്രധാന പരിമിതിയെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ടോപ്പോഗ്രഫിക് മാപ്പ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ ഉപരിതലപരമായ സ്ഥിരതയുള്ള വ്യതിയാനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. എന്നാൽ ചെറിയ കാലയളവിലെ ഭൂരൂപങ്ങൾക്ക് അടിസ്ഥാന മാറ്റങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തുന്നതിൽ പരാജയപ്പെടുന്നു. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് വരുന്നത്. അതുകൊണ്ടാണ് അത് കറക്റ്റ് ആയിട്ട് നോക്കാം. ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ അല്ലെങ്കിൽ ടോപ്പോഗ്രഫിക് മാപ്സ് ഒരു പ്രദേശത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഭൂപ്രകൃതിയും ഉയര വ്യത്യാസങ്ങളും കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ചെറിയ കാലയളവിന് അല്ലെങ്കിൽ നദീതടങ്ങളിലോ ഉരുൾപൊട്ടലോ മേഖലകളിലോ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിലോ ഉണ്ടാകുന്ന അതിവേഗത്തിലുള്ള ഭൂരൂപ മാറ്റങ്ങൾ അതിന് കറക്റ്റായിട്ട് വരയ്ക്കാൻ കൃത്യമായിട്ട് കിട്ടില്ല. കൃത്യസമയത്ത് അപ്ഡേറ്റ് ചെയ്ത് കാണിക്കാൻ ഇവയ്ക്ക് കഴിയില്ല. ഇതാണ് വലിയ തോതിലുള്ള ഭൂരൂപ പഠനങ്ങൾ ഇവയുടെ പ്രധാന പരിമിതി. ബാക്കിയുള്ള ഓപ്ഷൻസിൽ എന്തായിരുന്നു? ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ കോണ്ടൂർ രേഖകൾ വഴി സ്വാഭാവിക ഭൂരൂപങ്ങളുടെ സവിശേഷതകൾ തിരിച്ചറിയാൻ സഹായിക്കാറുണ്ട്. അത് പൂർണ്ണമായി അസാധ്യമാണെന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ കോണ്ടൂർ ലൈനുകൾ ഭൂപ്രകൃതിയെ മനസ്സിലാക്കാൻ ഏറ്റവും അനുയോജ്യമായ മാർഗമാണ്. സമതലങ്ങളിലെ ഉയര വ്യത്യാസങ്ങൾ കുറവാണെങ്കിലും അവ രേഖപ്പെടുത്താൻ ടോപ്പോഗ്രഫിക് ഭൂപടങ്ങൾ ഉപയോഗിക്കാം. അവ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന പ്രസ്താവന തെറ്റാണ്. ഭൗമശാസ്ത്രപരമായ സമയപരിധിക്കുള്ളിൽ ഒരു പ്രദേശത്തെ രൂപപ്പെടുത്തുന്നതിൽ കാലാവസ്ഥയും ഭൂവിജ്ഞാന പ്രക്രിയകളും തമ്മിലുള്ള പരസ്പര ബന്ധവും ഏറ്റവും നന്നായി വ്യക്തമാക്കുന്ന ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഒരു പെരിഗ്ലേഷ്യൽ പ്രദേശം അവിടെ തണുപ്പുള്ളതും മഞ്ഞിന്റെ അളവിലുള്ളതുമായ മരവിപ്പിക്കലും ഉരുകലും വിവർത്തനങ്ങളുടെ നാശത്തിലേക്കും പാറ്റേൺ ഗ്രൗണ്ട് രൂപീകരണത്തിലേക്കും കാരണമാകും. അപ്പോൾ തണുപ്പേറിയ പെരിഗ്ലേഷ്യൽ അല്ലെങ്കിൽ മഞ്ഞുപാളികളുള്ള ഒരു പ്രദേശത്ത് കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് മഞ്ഞുരുകുകയും ഉറയ്ക്കുകയും ചെയ്യും. അതിനാണ് ഫ്രീസ് ത്രൂ സൈക്കിൾസ് എന്ന് പറയുന്നത്. പ്രക്രിയ പാറകളെ തകർക്കുകയും വലിയ തോതിൽ മണ്ണ് ഒലിച്ചു പോകുന്നതിന് അല്ലെങ്കിൽ മാസ് വേസ്റ്റിംഗ് ഉപരിതലത്തിൽ പ്രത്യേക ജാമിതീയ രൂപങ്ങൾ നിർമ്മിക്കുന്നതിന് കാരണമാകുന്നു. കാലാവസ്ഥയിലും ഭൂരൂപ പ്രക്രിയകളും തമ്മിലുള്ള ബന്ധം കാണിക്കാൻ ഇതിൽ മികച്ച ഒരു ഉദാഹരണം വേറെയില്ല. ഓപ്ഷൻ സി. വരണ്ട മരുഭൂമികളിൽ ഉയർന്ന താപനില കാരണം ഭൗതിക അപക്ഷയമാണ് കൂടുതൽ നടക്കുക. രാസപരമായ അപക്ഷയമല്ല, ഭൗതിക അപക്ഷയമാണ്. ഓപ്ഷൻ ഡി എന്തുകൊണ്ടാണ് തെറ്റായത്? തീവ്രമായ ഒഴുക്കുള്ള നദീതരങ്ങൾ പ്രധാനമായും നടക്കുന്ന അപരദനമാണ് അല്ലെങ്കിൽ ഇറോഷനാണ്, മറിച്ച് ഡെപ്പോസിഷൻ അല്ല. 13. ഭാരതത്തിന്റെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മൺസൂൺ കാലാവസ്ഥയെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെ ഏറ്റവും നല്ല രീതിയിൽ വിശദീകരിക്കുന്ന ഏത് പ്രസ്താവനയാണ്? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. പശ്ചിമഘട്ട മലനിരകൾ, പീഠഭൂമി പ്രദേശങ്ങൾ, ഹിമാലയങ്ങൾ, ചെന്നൈ തീരദേശ സമതല ഭൂമി എന്നിവ ഉൾക്കൊള്ളിച്ച ഭൗമശാസ്ത്രപരമായ സവിശേഷതകൾ കാറ്റിന്റെ ദിശയും മഴ ലഭിക്കുന്ന വലിയ മേഖലകളിലെയും വഴിതിരിച്ചുവിട്ട് മൺസൂണിന്റെ മഴയുടെ ഘടനയെ സ്വാധീനിക്കുന്നു. ഇത് പ്രാദേശിക വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് മൺസൂൺ മഴയുടെ പ്രാദേശികമായ വിതരണത്തെ നിശ്ചയിക്കുന്നത്. കാരണം പശ്ചിമഘട്ടം തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തിയും കേരളം ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ തീരത്ത് ശക്തമായ മഴ അല്ലെങ്കിൽ ഓറോഗ്രാഫിക് റെയിൻഫോൾ നമ്മൾ ഇതിനെ പറയും. ഇത് നൽകുമ്പോൾ പീഠഭൂമിയുടെ കിഴക്കൻ ഭാഗങ്ങൾ മഴനിഴൽ പ്രദേശമാകുന്നു. വടക്ക് ഹിമാലയ പർവ്വത നിരകൾ ഈ കാറ്റുകളെ ഇന്ത്യക്ക് പുറത്തേക്ക് കടന്നു പോകാതെ തടഞ്ഞു നിർത്തി വടക്കേ ഇന്ത്യയിലൊട്ടാകെ മഴ നൽകുന്നുമുണ്ട്. ഈ ഒരു ഭൂമിശാസ്ത്രപരമായ വൈവിധ്യം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത അളവിൽ മഴ ലഭിക്കുന്നതിന് കാരണമാക്കുന്നുണ്ട്. ബാക്കി ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റിയെന്ന് ചെക്ക് ചെയ്യാം. പശ്ചിമഘട്ട മലനിരകൾക്ക് മൺസൂൺ വിതരണത്തിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുന്നത് തെറ്റാണ്, അല്ലെ? നമ്മളിവിടെ കണ്ടു. അതുപോലെ പശ്ചിമ തീരത്തെ മഴയ്ക്ക് പ്രധാന കാരണം പശ്ചിമഘട്ടം തന്നെയാണ്. ഓപ്ഷൻ സി. അക്ഷാംശ വ്യാപ്തിയും ഭാരതത്തിന്റെ സ്ഥാനവും മൺസൂണിനെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. കാരണം ആഗോള ഘടകങ്ങൾ ഉണ്ടെങ്കിലും പ്രാദേശിക ഭൂപ്രകൃതിയെ ഇത് തള്ളിക്കളയാനാവില്ല. ഓപ്ഷൻ ഡി. ഥാർ മരുഭൂമി വേനൽക്കാലത്ത് കഠിനമായി ചൂടുപിടിച്ച് ന്യൂനമർദ്ദ മേഖലയിലാണ് സൃഷ്ടിക്കുന്നത്, ഉയർന്ന മർദ്ദമല്ല. കൂടാതെ ഇത് രാജ്യത്തെ എല്ലായിടത്തും ഒരുപോലെ മഴ ലഭ്യമാക്കുന്നതിന് എന്ന് തെറ്റായ പ്രസ്താവനയാണ്. ക്വസ്റ്റ്യൻ 14. ഭാരതീയ മൺസൂണിന്റെ തീവ്രതയും വ്യത്യാസവും ഒക്കെ നിർണ്ണയിക്കുന്നത് താഴെ പറയുന്നതിൽ ഏതാണ് ഏറ്റവും ഉചിതമായ വിശദീകരണം? ഓപ്ഷൻ ബി ആണ്. അന്തർദേശീയ ഉഷ്ണമേഖല അഭിസരണ മേഖല ITCZ എന്നതിന്റെ സ്ഥാനമാറ്റവും ജെറ്റ് സ്ട്രീം, ഭൗമശാസ്ത്രപരമായ സവിശേഷതകൾ അല്ലെങ്കിൽ ടിബറ്റൻ പീഠഭൂമി, ENSO സംഭവങ്ങൾ, എൽ നിനോ അല്ലെങ്കിൽ ലാ നിന എന്നിവയുടെ സംയുക്ത സ്വാധീനമാണ് ഭാരതീയ മൺസൂൺ തീവ്രതയെ വ്യത്യാസപ്പെടുത്തുന്നത്. ഇന്ത്യൻ മൺസൂൺ എന്നത് വളരെ സങ്കീർണമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണ്.
അപ്പോൾ വേനൽക്കാലത്ത് വടക്കോട്ട് നീങ്ങുന്ന ITGZ വിച്ച് മീൻസ് ഇന്റർ ട്രോപ്പിക്കൽ കൺവേർജൻസ് സോണിന്റെ സ്ഥാനം ടിബറ്റൻ പീഠഭൂമി ചൂടുപിടിക്കുന്ന വഴി രൂപപ്പെടുന്ന ഉപരിതല ജെറ്റ് സ്ട്രീമുകൾ കൂടാതെ പസഫിക് സമുദ്രത്തിലെ താപനില വ്യതിയാനങ്ങളായ എൽനിനോ ഇത് മൺസൂൺ കുറയ്ക്കുന്നു, അതുപോലെ ലാനിന മഴ കൂട്ടുന്നു തുടങ്ങിയ ആഗോള പ്രാദേശിക ഘടകങ്ങളുടെ സംയുക്തമായ പ്രതിപ്രവർത്തനമാണ് മൺസൂണിന്റെ തീവ്രതയും സമയക്രമവും നിശ്ചയിക്കുന്നത്. അതർ ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റായെന്ന് നോക്കാം. ആഗോള സംഭവങ്ങൾ മൺസൂണിനെ ബാധിക്കുന്നില്ല എന്ന പ്രസ്താവന തെറ്റാണ്. എൽനിനോ പോലുള്ള ആഗോള പ്രതിഭാസങ്ങൾ ഇന്ത്യയിലെ വരൾച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. ഓപ്ഷൻ സി, ഇവ രണ്ടിലും ഇന്ത്യയിലെ വ്യത്യസ്തമായ കാറ്റ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ സീസണൽ റിവേഴ്സൽ ഓഫ് വിൻഡ്സ് ഭാഗമാണ്, അല്ലാതെ പരസ്പരം യാതൊരു ബന്ധവുമില്ലാത്തവയല്ല. ഓപ്ഷൻ ഡി, പശ്ചിമഘട്ടം ഹിമാലയങ്ങളും പ്രധാന കാരണങ്ങളാണെങ്കിലും അവ മാത്രമാണ് ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് തെറ്റാണ്. മറ്റ് അന്തരീക്ഷ വ്യതിയാനങ്ങളും മൺസൂണിനെ നിർണ്ണയിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ 15. പാലക്കാട് ചുരത്തിന്റെ പ്രാദേശിക കാലാവസ്ഥയിലും മനുഷ്യപ്രവർത്തികളിലുമുള്ള വിപുലമായ സ്വാധീനം ഏറ്റവും ഉചിതമായി വിവരിക്കുന്ന താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇത് കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. അതുപോലെ ഈർപ്പമുള്ള കാറ്റുകൾ മഴ വിതരണത്തെ സ്വാധീനിക്കും. അതോടൊപ്പം സാമ്പത്തികവും സാംസ്കാരികവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താനും സഹായിക്കുന്നു. ഓപ്ഷൻ സി എന്തുകൊണ്ടാണ് ശരിയായിട്ടുള്ളത്? പശ്ചിമഘട്ടത്തിൽ ഏകദേശം 30 കിലോമീറ്റർ വീതിയുള്ള പ്രകൃതിദത്തമായ വിടവാണ് പാലക്കാട് ചുരം അല്ലെങ്കിൽ പാലക്കാട് ഗ്യാപ്പ്. ഇത് കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള ഒരു കാലാവസ്ഥ ഗേറ്റ്വേ ആയി പ്രവർത്തിക്കുന്നു. തെക്കു പടിഞ്ഞാറ് മൺസൂൺ കാലത്ത് ഈർപ്പമുള്ള കാറ്റുകൾ ഈ ഒരു വിടവിലൂടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ മേഖലയിലേക്ക് കടന്നു ചെന്ന് അവിടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അതോടൊപ്പം ചരിത്രാതീത കാലം മുതൽ കേരളത്തെയും തമിഴ്നാടിനെയും തമ്മിൽ ബന്ധിക്കുന്ന പ്രാധാന്യ വാണിജ്യ സാംസ്കാരിക പാത കൂടിയാണ് ഈ പാലക്കാട് ഗ്യാപ്പ്. മറ്റ് ഓപ്ഷൻസ് എന്തുകൊണ്ടാണ് തെറ്റിയത്? പാലക്കാട് ചുരം മൺസൂൺ കാറ്റുകളെ തടയുകയല്ല, മറിച്ച് തമിഴ്നാട്ടിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുന്നത്. കോയമ്പത്തൂർ പോയിട്ട് അവിടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഓപ്ഷൻ ബി, ജൈവ വൈവിധ്യത്തെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുന്ന ഒന്നല്ല ഇത്, അല്ലെ, മറിച്ച് പ്രകൃതിദത്തമായ ഒരു വിടവാണ്. ഓപ്ഷൻ ഡി, ഇതിന് ഗതാഗത പ്രാധാന്യം മാത്രമല്ല ഉള്ളത്, പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിലും വലിയ പങ്കുണ്ട്. ക്വസ്റ്റ്യൻ 16. താഴെ പറയുന്നവയിൽ ഏതാണ് ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി ആണ്. ഘടകവിലയിൽ അറ്റ ദേശീയ ഉൽപാദനം, NNP അറ്റ് ഫാക്ടർ കോസ്റ്റ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ NNP അറ്റ് ഫാക്ടർ കോസ്റ്റ് എന്നതിനെയാണ് യഥാർത്ഥ ദേശീയ വരുമാനം അല്ലെങ്കിൽ നാഷണൽ ഇൻകം എന്ന് വിളിക്കുന്നത്. ഒരു രാജ്യം ഉൽപ്പാദിപ്പിച്ച ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തിൽ നിന്നും മൂലധന ക്ഷയം കുറയ്ക്കുകയും ഉൽപാദന ഘടകങ്ങൾക്ക് ലഭിച്ച യഥാർത്ഥ പ്രതിഫലം മാത്രം കണക്കാക്കുകയും ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് ലഭിക്കുന്നത്. അല്ലെങ്കിൽ ലാഭം നഷ്ടം ഉണ്ടാക്കിയ പ്രൊഡക്റ്റിൽ നിന്ന് എത്ര ഇത് ലഭിച്ചു, അതുപോലെ എത്ര മൂലധന ക്ഷയം ഉണ്ടായെന്നുള്ളത് കുറച്ചും ഒക്കെ കൂടിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, എത്രയാണ് ദേശീയ വരുമാനം എന്നുള്ളത്. ഓപ്ഷൻ എ എന്തുകൊണ്ടാണ് തെറ്റിയത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് എന്നത് ഒരു രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആകെ മൂല്യമാണ്. ഇതിൽ വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനം ഉൾപ്പെടുന്നില്ല. അപ്പൊ നമുക്കതിനെ മാറ്റി നിർത്താം. ഓപ്ഷൻ ബി GNP എന്നുള്ളത് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആണ്. ഇത് രാജ്യത്തെ പൗരന്മാർക്കുണ്ടാകുന്ന ആകെ വരുമാനമാണ്. എന്നാൽ ഇതിൽ നിന്നും തേയ്മാന ചെലവ് അല്ലെങ്കിൽ ഡിപ്രിസിയേഷൻ കുറച്ചിട്ടില്ലാത്തതിനാൽ ഇത് ദേശീയ വരുമാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല, ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ ഓപ്ഷൻ ഡി വ്യക്തിഗത വരുമാനം, പേഴ്സണൽ ഇൻകം എന്നത് രാജ്യത്തെ വ്യക്തികൾക്ക് യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വരുമാനമാണ്. ഇതിൽ വിതരണം ചെയ്യാത്ത കോർപ്പറേറ്റ് ലാഭങ്ങളും നികുതികളും ഒക്കെ ഒഴിവാക്കപ്പെടുന്നതിനാൽ ഇത് ദേശീയ വരുമാനമായി തുല്യമല്ല. അടുത്തത് പഞ്ചവത്സര പദ്ധതികൾ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാ പഞ്ചവത്സര പദ്ധതികളിലും നന്നായി പഠിച്ചു വെക്കുക. അതിന്റെ ഇയർ, അതിന്റെ ഓരോ മോട്ടോ എന്തായിരുന്നു, ഇത്രയും കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ എന്തൊക്കെ നേടി, എത്ര ശതമാനം നേടി എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് ലക്ഷ്യമിട്ടത്? ഓപ്ഷൻ സി ആണ്. 5ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് എന്ത് ഗരീബി ഹട്ടാവോ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം റിലേറ്റഡ് ആയിട്ടുള്ളത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനവും അതുപോലെ സ്വാശ്രയത്വവുമായിരുന്നു. 1971 പൊതു തെരഞ്ഞെടുപ്പ് കാലത്തെ ഇന്ദിരാഗാന്ധി മുന്നോട്ട് വെച്ച പ്രശസ്തമായ മുദ്രാവാക്യമായിരുന്നു ഗരീബി ഹട്ടാവോ. ഈ മുദ്രാവാക്യം പിന്നീട് ഔദ്യോഗികമായി ഉൾപ്പെടുത്തി നടപ്പിലാക്കിയത് 5ാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു. ബാക്കി ഓപ്ഷൻസ്, 3ാം പദ്ധതി എന്നായിരുന്നു നടന്നത് 1961 മുതൽ 1966 വരെയായിരുന്നു. ഇതിൽ ദാരിദ്ര്യമായിരുന്നോ മെയിൻ എയിം? അല്ല, സ്വയം പര്യാപ്തതയ്ക്കും കാർഷിക വ്യവസായ മേഖലകൾക്കുമാണ് മുൻഗണന നൽകിയത്. ഓപ്ഷൻ ബി എന്തുകൊണ്ടാണ് തെറ്റിയത്? 4ാം പദ്ധതി 1969 മുതൽ 1974 വരെയാണ്. സ്ഥിരതയോടുകൂടിയ വളർച്ചയ്ക്കാണ് ഇത് ഊന്നൽ നൽകിയത്. അപ്പൊ പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് ഒരു 5 വർഷം കൊണ്ട് ഒരു കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാണ്, അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു ഒരു എക്സാമിന് പറയുമ്പോൾ നമ്മൾ അതിന്റെ സിലബസ് എഴുതുമെന്ന് പഠിക്കും, അതിൽ എന്തൊക്കെ പഠിക്കണം നമ്മൾ ചെയ്യും.
ചിലപ്പോൾ നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു പരീക്ഷ പാസ്സാവണം നമുക്ക് മനസ്സിലുണ്ടാവും. അതേപോലെ തന്നെയാണ് ഈ ഓരോ പഞ്ചവത്സര പദ്ധതികൾ. ഇതിന് ഓരോ എയിം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇന്നൊരു 5 വർഷത്തിനുള്ളിൽ ഇത് കംപ്ലീറ്റ് അല്ലെങ്കിൽ വേറൊരു എയിമിനെ ടാക്കിൾ ചെയ്യാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇയറും കാര്യങ്ങളും അത്രയും ഇമ്പോർട്ടൻറ്റ്. 6ാം പദ്ധതി 1980 to 85 ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ ഉണ്ടായിരുന്നു. ഗരീബി ഹട്ടാവോ എന്നുള്ള ഒരു മോട്ടോ അതിന് പക്ഷെ ഉണ്ടായിരുന്നില്ല. അത് 5ാം പഞ്ചവത്സര പദ്ധതികളായിരുന്നു ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ക്വസ്റ്റ്യൻ 18. നീതി ആയോഗിന്റെ ഘടനയെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഓപ്ഷൻ ബി ആണ് 1 and 3. നീതി ആയോഗിന്റെ എക്സ് ഒഫീഷ്യോ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷൻ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. പ്രസ്താവന 3. ഇതിന്റെ ഗവേണിംഗ് കൗൺസിൽ അല്ലെങ്കിൽ ഭരണസമിതി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും ഇതിന്റെ അംഗങ്ങളാണ്. ഇത് സഹകരണ ഫെഡറലിസം ഉറപ്പാക്കുകയും ചെയ്തു. പ്രസ്താവന 2 എന്തുകൊണ്ടാണ് തെറ്റിയത്? പ്ലാനിംഗ് കമ്മീഷനെ പോലെ നീതി ആയോഗിന് നിശ്ചിത 5 വർഷ പദ്ധതി കാലാവധികളോ തരംതിരിവുകളോ ഇല്ല. ഇതൊരു നിരന്തര തിങ്ക് ടാങ്ക് ആയി പ്രവർത്തിക്കുന്നു. പ്രസ്താവന 4 എന്തുകൊണ്ടാണ് തെറ്റിയത്? നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനം അല്ല, മറിച്ച് ഭരണഘടനാപരമായ വകുപ്പുകൾ ഇതിനായി നീക്കിവെച്ചിട്ടില്ല. ഇതൊരു നിയമപരമായ അല്ലെങ്കിൽ ക്യാബിനറ്റ് പ്രമേയത്തിലൂടെ രൂപീകരിച്ച ഒരു എക്സിക്യൂട്ടീവ് സ്ഥാപനമാണ്. ക്വസ്റ്റ്യൻ 19. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ ബി 2 മാത്രമാണ്. സർക്കാരിന്റെ റവന്യൂ വരുമാനത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്നെന്ന് പറയുന്നത് പൊതുജനങ്ങളും സ്ഥാപനങ്ങളും സർക്കാരിലേക്ക് നിർബന്ധമായി അടയ്ക്കേണ്ട ഒന്നാണ് നികുതി വരുമാനം. അതിനെ ടാക്സ് റവന്യൂ. എക്സാമ്പിളാണ് GST, ഇൻകം ടാക്സ്. എന്നാൽ സർക്കാർ നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസുകൾ, പിഴകൾ, ലാഭവിഹിതം തുടങ്ങിയ വഴി ലഭിക്കുന്നതാണ് നികുതിയേതര വരുമാനം അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ. അപ്പൊ ഓപ്ഷൻ 1 എന്തുകൊണ്ടാണ് തെറ്റിയത്? നികുതിയേതര വരുമാനം വ്യക്തികളിൽ നിന്നും ഈടാക്കാറുണ്ട്. ഉദാഹരണത്തിന് പാസ്പോർട്ട് ഫീസ്, ട്രാഫിക് ഫൈൻ, ഇത്രയും കാര്യങ്ങൾ. പ്രസ്താവന 2 എന്തുകൊണ്ടാണ് തെറ്റ്? ഇവ രണ്ടും റവന്യൂ വരുമാനങ്ങളാണെന്ന് പറഞ്ഞു. ഇവ സർക്കാരിന് യാതൊരുവിധ ബാധ്യതയും ഉണ്ടാക്കുന്നില്ല. പ്രസ്താവന 4 തെറ്റാണ്. എന്താ? നികുതിയേതര വരുമാനത്തിൽ സർക്കാർ നൽകിയ വായ്പകളുടെ പലിശ വരുമാനം വ്യക്തമായി ഉൾപ്പെടുത്തുന്നുണ്ട്. ക്വസ്റ്റ്യൻ 20. റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ്, ധനകാര്യ കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ് എന്നിവ തമ്മിലുള്ള വ്യത്യാസം ശരിയായി വ്യക്തമാക്കുന്ന പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്. റവന്യൂ കമ്മി അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് ഉണ്ടാകുന്ന വരുമാനം അല്ലെങ്കിൽ റവന്യൂ ചെലവിനേക്കാൾ കുറയുമ്പോഴാണ്. അതേസമയം ധനകാര്യ കമ്മി പ്രതിനിധീകരിക്കുന്നത് കടമൊഴികെയുള്ള ആകെ വരുമാനത്തിൽ നിന്ന് ഉത്ഭവിച്ച ആകെ കടബാധ്യതയാണ്. റവന്യൂ ഡെഫിസിറ്റ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസീപ്റ്റ്സ്. നെക്സ്റ്റ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഇത് സർക്കാരിന്റെ കടമൊഴികെയുള്ള ആകെ വരുമാനവും ആകെ ചെലവും തമ്മിലുള്ള വ്യത്യാസമാണ്. അതായത് ആ വർഷം സർക്കാർ വിപണിയിൽ നിന്ന് വാങ്ങേണ്ടി വരുന്ന ആകെ കടമെടുപ്പിനെയാണ് അല്ലെങ്കിൽ ടോട്ടൽ ബോറോയിങ്സിനാണ് ധനകാര്യ കമ്മി എന്ന് സൂചിപ്പിക്കുന്നത്. മറ്റ് ഓപ്ഷൻസ്. റവന്യൂ കമ്മി എന്നത് ആകെ വരുമാനത്തിന്റെ വ്യത്യാസമല്ല, റവന്യൂ ഇനങ്ങളുടെ മാത്രം വ്യത്യാസമാണ്. ഓപ്ഷൻ സി. വരുമാന കമ്മി അല്ലെങ്കിൽ റവന്യൂ കമ്മി മൂലധന ചെലവുകൾ ഉൾപ്പെടാറില്ല. ധനകാര്യ കമ്മി എന്നത് കടബാധ്യതയോട് കൂടിയ വരുമാനമല്ല കണക്കാക്കുന്നത്, മറിച്ച് കടം ഒഴികെയുള്ള വരുമാനമാണ്. ക്വസ്റ്റ്യൻ 21. എല്ലാ സർക്കാർ സേവനങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച ഒരു സംരംഭമാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ NEGP. താഴെ പറയുന്നവയിൽ ഏത് വകുപ്പുകളാണ് നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ രൂപീകരിച്ചത്? ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and ഓപ്ഷൻ 2. ഇലക്ട്രോണിക് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പ്, ഭരണ പരിഷ്കാരങ്ങളുടെയും പൊതുപരാതികളുടെയും വകുപ്പ്. ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിലെ നാഷണൽ ഇ-ഗവേണൻസ് പ്ലാൻ സംയുക്തമായി രൂപീകരിച്ച കേന്ദ്ര സർക്കാരിന്റെ 2 പ്രധാന വകുപ്പുകൾ ചേർന്നാണ്. ഏതൊക്കെയായിരുന്നു? ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി. ഇത് നിലവിൽ വന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നറിയപ്പെടുന്നു. അടുത്താണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ആൻഡ് പബ്ലിക് ഗ്രീവൻസ്. ഈ 2 വകുപ്പുകളും ചേർന്നാണ് രാജ്യത്തുടനീളം ഡിജിറ്റൽ ഭരണ സംവിധാനം ഉറപ്പാക്കുന്നതിനുള്ള NEGP പദ്ധതിക്ക് 2006 മെയ് 18 അംഗീകാരം നൽകിയതും നടപ്പിലാക്കിയതും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 22. വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ 24 പ്രകാരം കേരള സർക്കാർ ചില സംഘടനകളെ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ വിവരങ്ങൾ നൽകാൻ അവർ ബാധ്യസ്ഥരാണ്. ഏതൊക്കെയാണ് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ്. അഴിമതി, അച്ചടക്കം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, അഴിമതി കഥകൾ. ഈ സാഹചര്യങ്ങളിലാണ് അവർ വിവരം സർക്കാരിന് നൽകാനായിട്ട് ബാധ്യസ്ഥരാകുന്നത്.
4ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായി രാജ്യത്തിന്റെ സുരക്ഷയും രഹസ്യാന്വേഷണത്തെയും ബാധിക്കുന്ന ചില പ്രത്യേക ഘടനകളെ, അതായത് വിജിലൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച്, മറ്റ് രഹസ്യാന്വേഷണ ഏജൻസികൾ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് സെക്ഷൻ 24 പ്രകാരം ഒഴിവാക്കി. പക്ഷേ എങ്കിലും ഈ ഒരു ഒഴിവാക്കപ്പെട്ട ഏജൻസികൾക്കെതിരെയും അഴിമതി അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പരാതികളോ വിവരങ്ങളോ ആണ് പൊതുജനം ആവശ്യപ്പെടുന്നെങ്കിൽ അവ നൽകാൻ ഈ ഒരു സംഘടനകൾ നിയമപരമായി പൂർണ്ണമായും ബാധ്യസ്ഥരാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ 23. താഴെ പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് അല്ലെങ്കിൽ ആന്റി ഡിഫെക്ഷൻ ലോ? ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓൾ ഓഫ് ദി എബോ എല്ലാം കറക്റ്റ് ആണ്. 1985 ഭരണഘടനയിൽ ചേർത്തു. 52ാം ഭേദഗതി നിയമം വഴിയാണ് 10ാം ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാജീവ് ഗാന്ധി സർക്കാരിന്റെ കാലത്ത് 1985 52ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യയിൽ കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത്. ഓപ്ഷൻ 3. ഈ ഭേദഗതി വഴി ഭരണഘടനയിൽ 10ാം ഷെഡ്യൂൾ ഇതിൽ കൂട്ടിച്ചേർക്കപ്പെട്ടു. രാഷ്ട്രീയ ലാഭങ്ങൾക്കായി ജനപ്രതിനിധികൾ പാർട്ടി മാറുന്നത് തടയുകയാണ് ഈ ഒരു നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം. ക്വസ്റ്റ്യൻ 24. വകുപ്പ് തല ഭരണത്തിന്റെ 4 അടിസ്ഥാനങ്ങൾ അല്ലെങ്കിൽ 4 Ps എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ്? അത് ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോ. പർപ്പസ്, പ്രോസസ്, പേഴ്സൺ ഓർ ക്ലൈം, പ്ലേസ്. പ്രശസ്ത പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ചിന്തകനായ ലൂതർ ഗുലിക് സർക്കാർ വകുപ്പുകൾ രൂപീകരിക്കുന്നതിനായി മുന്നോട്ട് വെച്ച തത്വങ്ങളാണ് 4 Ps എന്നറിയപ്പെടുന്നത്. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന 4 ഓപ്ഷൻസും അതിന്റെ ഭാഗമാണ്. ഫസ്റ്റ് എന്താണ്? പർപ്പസ് അല്ലെങ്കിൽ ഉദ്ദേശം. വകുപ്പ് ചെയ്യുന്ന പ്രധാന ജോലി അല്ലെങ്കിൽ ലക്ഷ്യം എന്നതാണ്. ഉദാഹരണത്തിന് ആരോഗ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇത്രയുള്ളതായിരിക്കാം. പ്രോസസ് അടുത്ത P ആണ്, അല്ലെങ്കിൽ പ്രക്രിയ. വകുപ്പിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ വൈദഗ്ധ്യം. ഉദാഹരണത്തിന് എഞ്ചിനീയറിംഗ്, അക്കൗണ്ടിങ്. പിന്നെ വരുന്നതാണ് പേഴ്സണൽ അല്ലെങ്കിൽ ക്ലയൻസ്, പ്രകൃതി അല്ലെങ്കിൽ ആളുകൾ. വകുപ്പ് ആർക്കു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് ആ ഒരു ജനവിഭാഗം, അതായത് ആദിവാസി ക്ഷേമത്തിനായിരിക്കാം, ചിലപ്പോൾ ശിശുക്ഷേമത്തിനായിരിക്കാം. അതാണ് ക്ലയന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്തത് പ്ലേസ് അല്ലെങ്കിൽ സ്ഥലം. വകുപ്പ് പ്രവർത്തിക്കുന്ന ഭൂമിശാസ്ത്രപരമായ പ്രദേശം. ഉദാഹരണത്തിന് റെയിൽവേ സോണുകൾ, വിദേശകാര്യ വകുപ്പ്. ഇത്രയും കാര്യങ്ങളാണ് 4 Ps. ക്വസ്റ്റ്യൻ 25. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഡേ പ്രമേയം എന്തായിരുന്നു? ഓപ്ഷൻ എ ആണ്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി, ഇപ്പോൾ. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. എല്ലാ വർഷവും ഡിസംബർ 10-നാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ഡിസംബർ 10-നാണ്. ഐക്യരാഷ്ട്രസഭയുടെയും അല്ലെങ്കിൽ UN ഔദ്യോഗിക പ്രഖ്യാപന പ്രകാരം 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം അല്ലെങ്കിൽ തീം എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ, റൈറ്റ് നൗ. ഓപ്ഷൻ സി തെറ്റാണ്. അത് 2024 ഡിഗ്നിറ്റി, ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ എന്നുള്ളത് തൊട്ട് മുൻപത്തെ വർഷങ്ങളെ, പ്രത്യേകിച്ച് 2022, 2023 മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രധാന ക്യാമ്പയിൻ മുദ്രാവാക്യമായിരുന്നു. അതുപോലെ ഈക്വലിറ്റി which includes reducing inequalities, advancing human rights എന്നത് 2021 മനുഷ്യാവകാശ ദിന പ്രമേയമായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 26. 73ാം ഭേദഗതി നിയമം നേരിട്ട് ബാധകമല്ലാത്ത സംസ്ഥാനം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയുക. ഓപ്ഷൻ ബി ആണ്. 1, 2 and 4. നാഗാലാൻഡ്, മിസോറാം ആൻഡ് മേഘാലയ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 243M പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനം വിഭാവനം ചെയ്യുന്ന 73ാമത് ഭരണഘടനാ ഭേദഗതി നിയമം ചില പ്രത്യേക സംസ്ഥാനങ്ങൾക്കും പട്ടികവർഗ മേഖലകൾക്കും നേരിട്ട് ബാധകമല്ല. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംസ്ഥാനങ്ങളിൽ തനതായ പ്രാദേശിക ഗോത്ര കൗൺസിലുകൾ നിലനിൽക്കുന്നതിനാലാണ് ഇവ ഒഴിവാക്കിയത്. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുകയും നിലവിൽ വരികയും ചെയ്തത് എന്താണ്? ഓപ്ഷൻ സി. അംഗീകരിക്കപ്പെട്ടത് നവംബറിലും അതുപോലെ ജനുവരി 26, 1950 നിലവിൽ വരികയും ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത് 1949 നവംബർ 26-നാണ്. ഈ ദിവസം ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭരണഘടന നിലവിൽ വന്നുള്ളത് ഇന്ത്യ പൂർണ്ണമായ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയി മാറിക്കൊണ്ട് പൂർണ്ണ തോതിൽ പ്രാബല്യത്തിൽ വന്ന 1950 ജനുവരി 26-നാണ്. ഈ ദിവസം നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ടും ആഘോഷിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ 28. ഭരണഘടനാ സംവിധാനത്തിന്റെ പരാജയത്തിന്റെ പേരിൽ ഒരു സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം നടപ്പിലാക്കാനുള്ള വകുപ്പ് ഏതാണ്? ആർട്ടിക്കിൾ 356 ആണ്. ഒരു സംസ്ഥാനത്തെ ഭരണം ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് ഗവർണറുടെ റിപ്പോർട്ട് വഴി അല്ലാതെയോ ബോധ്യപ്പെട്ടാൽ ആർട്ടിക്കിൾ 356 പ്രകാരം ആ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് അവകാശമുണ്ട്.
അടുത്ത ആർട്ടിക്കിൾ 352 ഓപ്ഷൻ എ വരുന്നത് ദേശീയ അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ നാഷണൽ എമർജൻസി, യുദ്ധം, ബാഹ്യാക്രമണം, സായുധ വിപ്ലവം എന്നിവ ഉണ്ടാകുമ്പോഴാണ് രാജ്യം മുഴുവനായ ഒരു ഭാഗത്തോ ഏർപ്പെടുന്നത്. ആർട്ടിക്കിൾ 360 എന്താണ്? സാമ്പത്തിക അടിയന്തരാവസ്ഥയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്കോ ക്രെഡിറ്റിനോ ഭീഷണി ഉണ്ടാകുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതി. ഭരണഘടനയിലെ വകുപ്പുകൾ ഭേദഗതി ചെയ്യാൻ പാർലമെന്റിന്റെ അധികാരം നൽകുന്ന ഒരു വകുപ്പാണിത്. ക്വസ്റ്റ്യൻ 29 ഇന്ത്യൻ ഭരണഘടനയിലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതിയാണ്. ഇന്ദിരാഗാന്ധി സർക്കാരിന്റെ കാലത്ത് 1976 പാസ്സാക്കിയ 42ാമത് ഭരണഘടനാ ഭേദഗതിയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഭരണഘടനയുടെ ആമുഖം, പ്രിയാമ്പിൾ, മൗലികാവകാശങ്ങൾ, മൗലിക ചുമതലകൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് തുടങ്ങി ഭരണഘടനയുടെ ഭൂരിഭാഗം മേഖലകളിലും സമഗ്രമായ മാറ്റങ്ങൾ ഈ ഒരൊറ്റ ഭേദഗതിയിലൂടെ വരുത്തിയതിനാലാണ് ഈ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു പേര് ഇതിന് വന്നിട്ടുള്ളത്. അപ്പൊ ആമുഖത്തിൽ എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് സോഷ്യലിസം, മതേതരത്വം, സമഗ്രത എന്നീ വാക്കുകൾ ചേർത്താണ് ഈ ഒരു ഭേദഗതി വഴിയാണ്. 44ാം ഭേദഗതി എന്തായിരുന്നു? 1978 42ാം ഭേദഗതിയിൽ ജനാധിപത്യ വിരുദ്ധമായ പല വകുപ്പുകളെയും മൊറാർജി ദേശായി സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയായിരുന്നു. സ്വത്തവകാശത്തെ മൗലികാവകാശ പട്ടികയിൽ നിന്നും മാറ്റിയത് ഇതിലൂടെയാണ്. ക്വസ്റ്റ്യൻ 30 ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറഞ്ഞതിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 17 എന്നുള്ളത് തൊട്ടുകൂടായ്മ നിർമ്മാർജ്ജനം. ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ സമത്വത്തിനുള്ള അവകാശത്തിന്റെ ഭാഗമാണ് ആർട്ടിക്കിൾ 17. ഇത് സമൂഹത്തിലെ തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അയിത്തം, അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി പൂർണ്ണമായി നിരോധിക്കുകയും അയിത്താചരണം ശിക്ഷാർഹമായ കുറ്റമാണെന്ന് ആരോപിക്കുകയും ചെയ്തു. ബിരുദങ്ങൾ നിർമ്മാർജ്ജനം അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ, അതാണ് ഓപ്ഷൻ സിയിൽ വരുന്നത്. ഇത് ആർട്ടിക്കിൾ 18ന്റെ പരിധിയിലാണ് വരുന്നത്, 17 അല്ല. പിന്നെ ആർട്ടിക്കിൾ 23, 24 എന്നൊക്കെ ഇത് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ്. ക്വസ്റ്റ്യൻ 31 കാക്കയ്ക്ക് കൂടുണ്ടാക്കാൻ അറിയാമെങ്കിൽ കാക്കക്കൂട് നിർമ്മിക്കുമായിരുന്നു. കുമാരനാശാന്റെ ഏത് കൃതിയിലെ വരികളാണിവ? ചണ്ടാല ഭിക്ഷുകിയാണ് ഓപ്ഷൻ സി. കുമാരനാശാന്റെ പ്രശസ്തമായ സാമൂഹിക പരിഷ്കരണ കാവ്യമായ ചണ്ടാല ഭിക്ഷുകി written in 1922 എന്ന കൃതിയിലെ വരികളാണിത്. ജാതി വ്യവസ്ഥയുടെ പൊള്ളത്തരങ്ങളെയും അനാചാരങ്ങളെയും ബുദ്ധമത തത്വങ്ങളെയും പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്ത കൃതിയാണിത്. മനുഷ്യർക്കിടയിലെ ജാതി വിവേചനങ്ങളുടെ സ്വാഭാവികതയെ അസംബന്ധമായി കണക്കാക്കാനാണ് ഈ കവി ഈ വരികൾ ഉപയോഗിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏത് സന്യാസി വര്യനുമായി ബന്ധപ്പെട്ടാണ് അദ്വൈതാശ്രമം എന്ന സ്ഥലം പ്രശസ്തമായത്? ഇറ്റ്സ് റിലേറ്റഡ് ടു ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ സി ആണ്. ശ്രീനാരായണ ഗുരു 1913 ആലുവയിലാണ് അദ്വൈതാശ്രമം സ്ഥാപിച്ചത്. ഈ ആശ്രമത്തിന്റെ മുഖപ്പിൽ ഏകലോകം എന്ന സങ്കല്പത്തിന് അടിവരയിട്ടുകൊണ്ട് പല മതസാരവും ഏകം എന്ന വിശ്വപ്രസിദ്ധമായ സന്ദേശം അദ്ദേഹം രേഖപ്പെടുത്തി. 1924 ചരിത്രപ്രസിദ്ധമായ സർവമത സമ്മേളനം നടന്നതും ഈ ഒരു അദ്വൈതാശ്രമത്തിൽ വെച്ചാണ്. ക്വസ്റ്റ്യൻ 33 കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സമത്വ സമാജം എന്ന സാമൂഹിക സംഘടന സ്ഥാപിച്ച നവോത്ഥാന നായകനാരായിരുന്നു? വൈകുണ്ഠ സ്വാമികളായിരുന്നു, ഓപ്ഷൻ ബി. ദക്ഷിണേന്ത്യയിലും കേരളത്തിലുമുള്ള ആദ്യകാല നവോത്ഥാന സംഘടനകളിൽ ഒന്നായ സമത്വ സമാജം 1836 സ്ഥാപിച്ചത്. അത് വൈകുണ്ഠ സ്വാമികളായിരുന്നു സ്ഥാപിച്ചത് സമത്വ സമാജം. ജാതി വ്യവസ്ഥയ്ക്കും അയിത്തത്തിനുമെതിരെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒന്നിച്ചിരുത്തി സമപന്തി ഭോജനം ഉൾപ്പെടെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഈ ഒരു സംഘടനയാണ്. ക്വസ്റ്റ്യൻ 34 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ആദ്യമായി മലയാളത്തിൽ നേടിയെടുത്ത സി അന്തോണിയാണ്. ഏതായിരുന്നു ആ സിനിമ? നിർമാല്യമായിരുന്നു. ക്വസ്റ്റ്യൻ 35 രമണി പശ്ചാത്തലമായി വരുന്ന സമകാലീന മലയാള നോവൽ ഏതാണ്? ഓപ്ഷൻ ബി ഉഷ്ണരാശി. KV മോഹൻകുമാർ രചിച്ച നോവലാണ് ഉഷ്ണരാശി. കരപ്പുറത്തിന്റെ ഇതിഹാസം. പുന്നപ്ര വയലാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ഈ നോവലിനാണ് 2018 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒന്നാണ് രമണി. ക്വസ്റ്റ്യൻ 36 ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന ഏത് സ്ഥലത്താണ്? ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂരാണ്. AD 629 കേരളത്തിലെ തൃശൂർ ജില്ലയിലുള്ള കൊടുങ്ങല്ലൂരിലാണ് ഇരിമേത്തല ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ പ്രഥമ മുസ്ലിം ദേവാലയവും ഉപഭൂഖണ്ഡത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ രണ്ടാമത്തെ ജുമാ മസ്ജിദായി ഇത് കണക്കാക്കപ്പെടുന്നു. കേരളീയ വാസ്തുവിദ്യാ ശൈലിയാണ് ഇത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. വേദനാ സംഘർഷങ്ങൾ വളർത്തുകയല്ല നാടിന്റെ നന്മ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച മലയാള ദിനപത്രം ഏതാണ്? ഓപ്ഷൻ ബി മാതൃഭൂമിയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രചരണാർത്ഥം KP കേശവ മേനോന്റെ നേതൃത്വത്തിൽ 1923 ആരംഭിച്ച പത്രമാണ് മാതൃഭൂമി. സമൂഹത്തിൽ സമാധാനവും സഹിഷ്ണുതയും പുലർത്തുക എന്ന ലക്ഷ്യത്തോടെ പല ഘട്ടങ്ങളിലായി പത്രം ഉയർത്തിപ്പിടിച്ച ദർശനങ്ങളിൽ ഒന്നാണിത്.
Question 38. ഒളിമ്പിക് സത്യപ്രതിജ്ഞ ആദ്യമായി നടത്തിയ വർഷം. ഓപ്ഷൻ എ 1920 ഒളിമ്പിക് സത്യപ്രതിജ്ഞ ചടങ്ങ് ആദ്യമായി അവതരിപ്പിച്ചത് ബെൽജിയത്തിലെ ആന്റ്വേർപ്പ് വെച്ച് നടന്ന 1920 വേനൽക്കാല ഒളിമ്പിക്സിലാണ്. ആധുനിക ഒളിമ്പിക്സിന്റെ സ്ഥാപകനായ പിയറി ഡി കുബർട്ടിൻ ആണ് ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്. ബെൽജിയത്തിൽ അത്ലറ്റായ വിക്ടർ ബോയ് ആണ് ചരിത്രത്തിൽ ആദ്യമായി അത്ലറ്റുകൾക്ക് വേണ്ടി ഒരു സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. Question 39. ലിബറോ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലിബറോ വോളിബോളുമായിട്ടാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്. വോളിബോൾ പ്രതിരോധ നിരയിൽ മാത്രം കളിക്കാൻ അനുവാദമുള്ള പ്രത്യേക കളിക്കാരനെയാണ് ലിബറോ എന്ന് വിളിക്കുന്നത്. ഈ കളിക്കാരൻ മറ്റ് ടീം അംഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായ നിറമുള്ള ജേഴ്സിയാണ് ധരിക്കുക. അതുപോലെ ലിബറോയ്ക്ക് കോർട്ടിന് പിന്നിൽ എവിടെ നിന്നും പന്ത് ഡിഫെൻഡ് ചെയ്യാം, എന്നാൽ സെർവ് ചെയ്യാൻ പറ്റില്ല. പന്ത് അറ്റാക്ക് ചെയ്തടിക്കാനോ ബ്ലോക്ക് ചെയ്യാനോ അനുവാദമില്ല. Question 40. ബംഗ്ലാദേശിന്റെ ദേശീയ കളി ഏതാണ്? കബഡിയാണ്. ബംഗ്ലാദേശിന്റെ ഔദ്യോഗിക ദേശീയ കായിക വിനോദം കബഡിയാണ്. പ്രാദേശികമായതിനെ ഹാഡൂഡു എന്ന് വിളിക്കാറുണ്ട്. 1972 കബഡിയെ ബംഗ്ലാദേശിന്റെ ദേശീയ കളിയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. താഴെ പറയുന്നതിൽ സോഫ്റ്റ്വെയർ അല്ലാത്തവ ഏതൊക്കെയാണ്? ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉമാണ് അല്ലെ. മൈക്രോ പ്രൊസസർ ചിപ്പും അതുപോലെ തന്നെ സൗണ്ട് കാർഡും. ബാക്കിയെല്ലാം എന്താണ്? സോഫ്റ്റ്വെയർ ആണ് അല്ലെ. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്, ഇതൊക്കെ സോഫ്റ്റ്വെയർ ആണ്. അപ്പൊ ഓപ്ഷൻ ബി എന്തുകൊണ്ടാണ് ചെയ്തത്? കമ്പ്യൂട്ടറിന്റെ ഭൗതികമായി തൊട്ടറിയാൻ സാധിക്കുന്ന ഭാഗങ്ങളെ ഹാർഡ്വെയർ എന്നും അവയെ പ്രവർത്തിപ്പിക്കാൻ നൽകുന്ന നിർദ്ദേശങ്ങളുടെ കൂട്ടത്തെ സോഫ്റ്റ്വെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയറിൽ വരുന്ന ലിസ്റ്റ് ഒന്ന് ജസ്റ്റ് റിസർച്ച് ചെയ്യാം. അപ്പൊ ഹാർഡ്വെയറിൽ വരുന്നത് മൈക്രോ പ്രൊസസർ ചിപ്പ്, സൗണ്ട് കാർഡ് എന്നിവ കമ്പ്യൂട്ടറിന്റെ ഭൗതിക ഘടകങ്ങളായ ഹാർഡ്വെയറുകളാണ്. നെക്സ്റ്റ് ലിനക്സ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറും MS ഓഫീസ് ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുമാണ്. അപ്പൊ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, അതുപോലെ തന്നെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉണ്ട്. അതും ഒന്ന് വേർതിരിച്ച് പഠിക്കാം. Question 42. ഹാർഡ് ഡിസ്ക് എന്ന സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഏതാണ്? ഓപ്ഷൻ എ മാഗ്നറ്റിക് സ്റ്റോറേജ് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡ്രൈവുകൾ അല്ലെങ്കിൽ HDD വിവരങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ കാന്തിക സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതിവേഗത്തിൽ കറങ്ങുന്ന കാന്തിക കോട്ടിങ്ങുള്ള ഈ പ്ലേറ്റുകൾ അല്ലെങ്കിൽ പ്ലാറ്റേഴ്സ് കാന്തിക പൊളാരിറ്റി വ്യത്യാസപ്പെടുത്തിയാണ് ഇതിൽ ബൈനറി ഡാറ്റ 0-1 എന്നുള്ള രൂപത്തിലാണ് ഇത് രേഖപ്പെടുത്തുന്നത്. നെക്സ്റ്റ് ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസ് വരുന്നതാണ് ഇത് CD, DVD, ബ്ലൂറേ ഡിസ്ക് എന്നിവയിലാണ് ലേസർ രശ്മികൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഡിവൈസുകൾ. ഇനി അടുത്തത് ഫ്ലാഷ് മെമ്മറി ഡിവൈസ്, USB, മെമ്മറി കാർഡ്, SD കാർഡ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നിവയാണ് ഫ്ലാഷ് മെമ്മറി വിഭാഗത്തിൽ വരുന്നത്. താഴെ പറയുന്നതിൽ ഏതൊക്കെ പോർട്ടാണ് വീഡിയോ കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ ബി ആണ്. 1, 2, 3 മാത്രം. 4ാമത്തെ ഇല്ല. മൈക്രോസോഫ്റ്റ് ടീംസ്, ഗൂഗിൾ മീറ്റ് ആൻഡ് സൂം. ഗൂഗിൾ ഡ്രൈവ് ഉണ്ടോ? കോൺഫറൻസിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. ഇതൊക്കെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. Question 44. ഓൺലൈൻ പേയ്മെന്റ് ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ സി ആണ്. പേയ്മെന്റ് ഗേറ്റ്വേ. ഓൺലൈൻ പേയ്മെന്റ് ഏത് വിഭാഗത്തിലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഓൺലൈൻ ഇടപാടുകൾ സുരക്ഷിതമായി നടത്തുന്നതിനുള്ള സാങ്കേതിക സംവിധാനത്തെയാണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് വിളിക്കുന്നത്. ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കാർഡിൽ നിന്നോ പണം സുരക്ഷിതമായി വ്യാപാരിയുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ഈ ഒരു സംവിധാനത്തിലൂടെയാണ്. അതുപോലെ റേസർ പേ, പേടിഎം, CC അവന്യൂ ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. അതിനാൽ ഓൺലൈൻ പേയ്മെന്റ് ഗേറ്റ്വേ വിഭാഗത്തിലാണ് പെടുന്നത്. ബാക്കിയെല്ലാം ഇ-കൊമേഴ്സ് വെബ്സൈറ്റ്സ് ആണ്. Question 45. LAN, WAN എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതെല്ലാമാണ്? LAN, WAN. ഓക്കെ, LAN, WAN എന്ന് പറഞ്ഞാൽ എന്താ? LAN എന്താ? ലോക്കൽ ഏരിയ നെറ്റ്വർക്കും WAN എന്നുള്ളത് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. ഇതിന്റെ ഫുൾ ഫോംസ് ഒക്കെ പഠിച്ചു വെക്കാം. ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം മാത്രമാണ് ശരി. LAN WAN-നേക്കാൾ കൂടുതൽ പ്രദേശം ഉൾക്കൊള്ളുന്നു. LAN WAN-നേക്കാൾ വേഗതയുണ്ട്. ഒരു രാജ്യമോ അല്ലെങ്കിൽ ലോകം മുഴുവനോ വ്യാപിച്ചു കിടക്കുന്ന വലിയ നെറ്റ്വർക്കാണ് എന്ത്? WAN, വൈഡ് ഏരിയ നെറ്റ്വർക്ക് ആണ്. LAN എന്ന് പറഞ്ഞത് ലോക്കൽ ഏരിയയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു മുറിയിലോ ഒരു വീട്ടിലുള്ള വൈഫൈയോ ഒരു ഓഫീസിലുള്ള ആ ഒരു ചെറിയൊരു പരിധിക്കുള്ളിലുള്ളതാണ് LAN എന്ന് പറയുന്നത്. ഓക്കെ, LAN കുറഞ്ഞ ദൂരത്തേക്ക് മാത്രമായി ഉയർന്ന ശേഷിയുള്ള കേബിൾ ഉപയോഗിക്കുന്നതിനാൽ ദൂരദേശങ്ങളിലേക്ക് ഡാറ്റ എത്തിക്കാൻ WAN-നാണ് പറ്റുക, LAN-നല്ല. അതുപോലെ വലിയ ദൂരങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളും സാറ്റലൈറ്റ് കണക്ഷനുകളും സ്ഥാപിക്കുന്നതിനാൽ WAN നിർമ്മിക്കുന്നതിനും നിലനിർത്തുന്നതിനുമായി വലിയ ചെലവ് വരും. LAN സ്ഥാപിക്കാൻ വളരെ കുറഞ്ഞൊരു ചിലവ് മാത്രമേ വരുള്ളൂ. LAN-ന്റെ യഥാർത്ഥ പൂർണ്ണരൂപം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. Question 46. ഇന്ത്യയുടെ ദേശീയ ബഹിരാകാശ ദിനാചരണത്തെ സംബന്ധിച്ച് ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക.
ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ്, അതുപോലെ 3 ശരിയാണ്, ആൻഡ് 5th one is also correct. ഇന്ത്യയിലെ എല്ലാ വർഷവും ഓഗസ്റ്റ് 23-നാണ് ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കുന്നത്. ആ ഡേറ്റ് ഒന്ന് ഓർത്ത് വയ്ക്കും. പ്രസ്താവന 3 എന്തുകൊണ്ടാണ് ശരിയാകുന്നത്? 2023 ഓഗസ്റ്റ് 23-നാണ് ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ലാൻഡ് ചെയ്തത്. ഈ ചരിത്ര നേട്ടത്തിന്റെ ഓർമ്മയ്ക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗസ്റ്റ് 23 ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചത്. ഈ ദിനാചരണം രാജ്യത്തിന്റെ ശാസ്ത്ര ബഹിരാകാശ നേട്ടങ്ങളെക്കുറിച്ച് ജനങ്ങളിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ അവബോധവും അഭിമാനം വളർത്താൻ ലക്ഷ്യമിടുന്നു. ഓപ്ഷൻ 2 എന്തുകൊണ്ടാണ് തെറ്റായത്? 2024 നടന്ന ആദ്യത്തെ ദേശീയ ബഹിരാകാശ ദിനത്തിന്റെ പ്രമേയം ടച്ചിങ് ലൈവ്സ് വൈൽ ടച്ചിങ് ദ മൂൺ, ഇന്ത്യൻ സ്പേസ് സാഗ. ചന്ദ്രനെ തൊടുമ്പോൾ ജീവിതങ്ങളെ സ്പർശിക്കുന്നു, ഇന്ത്യയുടെ ബഹിരാകാശ ഗാഥ എന്നായിരുന്നു. ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന തെറ്റായ വർഷം തെറ്റായ വാക്കുമാണ്. പ്രസ്താവന 4 ഇത് ചൊവ്വ ദൗത്യവുമായി ബന്ധപ്പെട്ടതല്ല, ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഓഗസ്റ്റ് 23-ാം തീയതി ഇത് ആചരിക്കുന്നത്, നാഷണൽ സ്പേസ് ഡേ.